നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാര്യങ്ങൾ കുറച്ച് ഗൗരവമാണല്ലോ. ഒരാളെ അബദ്ധത്തിൽ താലി ചാർത്തുക, മറ്റൊരാളുമായി ജീവിക്കേണ്ടി വരിക. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് താലി കെട്ടിയ പെണ്ണിനോടാണ് അവൻ യഥാർത്ഥ സ്നേഹം. അതെ. പക്ഷെ ആ ഇഷ്ടത്തിൽ നിന്ന് അവനെ മാറ്റണം. കൂടെ ജീവിക്കുന്ന പ്രിയങ്ക എന്ന പേരക്കുട്ടിയോട് അവൻ ഇഷ്ടം തോന്നണം. മനുഷ്യരുടെ മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ്, ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും. പിടിച്ചു നിർത്താൻ എളുപ്പമല്ല. വഴിയുണ്ടാക്കാം. ഇത് മന്ത്രജപം കൊണ്ട് ശക്തിയാർജിച്ച കുങ്കുമമാണ്. അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി അതിരാവിലെ കുളിച്ച് ശുദ്ധം ചെയ്ത് അവൾ അയാളുടെ നെറ്റിയിൽ ചാർത്തിക്കൊടുക്കണം. എന്നിട്ടിത് അവൾ സ്വന്തം നെറ്റിയിലും ചാർത്തണം. ഇതിന്റെ ഫലസിദ്ധി അനുസരിച്ച് അവൻ അന്നത്തെ ദിവസം ആ പെൺകുട്ടിയുടെ അടുത്തു നിന്നും മാറാനേ തോന്നില്ല. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ നടക്കാനുള്ള സകല സംയോഗങ്ങളും അവർ തമ്മിൽ നടക്കും. മറ്റെല്ലാം മറന്ന് ഈ കുറിയണിയുന്നവർ തമ്മിൽ അടുത്തിരിക്കും. ഉറപ്പല്ലേ തിരുമേനി? മന്ത്രങ്ങൾക്ക് പിഴവില്ല, ശക്തിയെക്കുറിച്ച് ചോദ്യങ്ങളുമില്ല. ഒരു കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു, ഒന്നിച്ച് ജീവിക്കേണ്ടവർ അവരാരാണോ അവർ രണ്ടുപേരും നെറ്റിയിൽ ഈ കുറി അണിയുക. ഒരേ ദിവസം ഒരേ സമയം തന്നെ അത് നടക്കണം. ഫലം കണ്ടതിന് ശേഷം നമ്മെ വന്ന് കണ്ട് വിവരം അറിയിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നാം അപ്പൊ പറഞ്ഞു തരാം. മതി തിരുമേനി. പരമസ്വാധികനായ ദേവനാരായണൻ തിരുമേനിയുടെ അമ്മ എന്നെ തേടി വരുന്നത് തന്നെ വിചിന്തമാണ്. കൂടെ ഒരു പ്രതിഫലത്തിന്റെ ആവശ്യമുണ്ടോ? ദേവനാരായണന്റെ പ്രാർത്ഥനയില് ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണല്ലോ ഞാൻ തിരുമേനിയെ തേടി വന്നത്. തിരുമേനി എല്ലാം ഒന്ന് ഗൗരവത്തിലെടുക്കണം. ആയിക്കോട്ടെ, എങ്കിൽ എഴുന്നേറ്റുള്ളൂ. മോളെ പ്രിയങ്കേ, നീ ഇപ്പൊ വീട്ടിലുണ്ടല്ലോ അല്ലേ? മുത്തശ്ശി ഇപ്പൊ ആ മാർക്കറ്റ് റോഡിന്റെ അടുത്തേക്ക് വരാം. മോള് മുത്തശ്ശിയുടെ അടുത്തേക്കൊന്നും വരുമോ? അതൊക്കെ വന്നിട്ട് പറയാം. ഇത് കൃത്യമായിട്ട് നടന്നാൽ നിന്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നീ വേഗം വരണേ.
എന്താ മോളെ, എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല, കുറെ നാള് കൂടി അമ്മ കണ്ടതല്ലേ. നന്നായി. ഇതെങ്ങനെയാ എന്റെ കുട്ടി അവിടെ പിടിച്ചു നിൽക്കുന്നേ? അതാ അമ്മയ്ക്ക് മനസ്സിലാവാത്തെ. അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോ എന്തൊരു സമാധാനം എന്നറിയോ എനിക്ക്. 100 പ്രശ്നങ്ങൾ മനസ്സിലുണ്ടായാലും അമ്മയെ കാണുമ്പോ അതൊക്കെ ഓടി ഒളിക്കും. സന്തോഷം മാത്രം മനസ്സിൽ നിറച്ചു തരും. ഇനി എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. 1-2 ദിവസം കൂടുമ്പോ ഞാൻ അങ്ങ് വന്ന് എന്റെ മോളെ കണ്ടോളാം. അല്ലെങ്കിൽ വല്ലാതെ വാടിപ്പോവും എന്റെ കുട്ടി. അമ്മ, പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടു. കുറച്ച് ദിവസമായിട്ട് അതിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ഭഗവാൻ കൃഷ്ണന്റെ കുഴൽനാദം കേട്ട് പുറകെ പോകുന്ന സ്വപ്നമാണോ? അല്ലമ്മേ, എന്നെ ആരോ തേടി വരുന്നു, അവകാശങ്ങൾ പറയുന്നു, എന്നെ പ്രസവിച്ചതാണ്, കൂടെ ചെല്ലണം എന്നൊക്കെ പറയുന്നു. മോളെ, അമ്മ, അങ്ങനെ ആരെങ്കിലും വന്നാ അമ്മ എന്നെ വിട്ടുകൊടുക്കോ? പറയ, വിട്ടുകൊടുക്കോ അമ്മേ? അങ്ങനെ ആരും വരില്ല. എനിക്കെന്റെ അമ്മ മതി, അമ്മ മാത്രം മതി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ വിട്ടുകൊടുക്കല്ലേ അമ്മ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. സ്വന്തം ഹൃദയം നഷ്ടപ്പെടുത്തിയിട്ട് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.